ഒമാനോട് ചേർന്ന് മുങ്ങിയ എണ്ണക്കപ്പലിലുള്ള 9 ജീവനക്കാരെ ഇന്ത്യൻ നാവികസേന രക്ഷിച്ചു. 7 പേരെ കൂടി കണ്ടെത്താനുണ്ട്. മറ്റുള്ളവർക്കായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, ആദ്യഘട്ടത്തിൽ കാണാനില്ല എന്ന വലിയ ആശങ്കപ്പെടുത്തുന്ന വാർത്തയായിരുന്നു. പക്ഷേ ആ മേഖലയിലാകെ പലപ്പോഴും വലിയ രക്ഷാദൗത്യങ്ങൾ ഇന്ത്യൻ നാവികസേനയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ തന്നെ രക്ഷിച്ചെടുക്കുകയാണല്ലേ? തീർച്ചയായിട്ടും ദിവിഷ്, ഇപ്പോൾ 9 പേരെയാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഇന്ത്യക്കാര് 8 പേരാണ്, 1 ശ്രീലങ്കക്കാരനാണ്. ഇന്ത്യൻ നാവികസേന ഒരു കപ്പലും അതുപോലെ തന്നെ ഒരു സർവൈലൻസ് വിമാനം ഉണ്ടായിരുന്നു. ഒമാൻ കോസ്റ്റ് ഗാർഡിനോടൊപ്പം സഹകരിച്ചുകൊണ്ടുള്ള തിരച്ചിലായിരുന്നു ഇന്ന് രാവിലെ മുതൽ തന്നെ നടത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ 9 പേരെ രക്ഷിക്കാൻ സാധിച്ചിരിക്കുന്നു, കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു. ശേഷിക്കുന്ന ആളുകളെ കൂടിയാണ് ഇപ്പോൾ കണ്ടെത്താൻ ബാക്കിയുള്ളത്. അതിൽ 5 പേർ ഇന്ത്യക്കാരാണ്, 2 പേർ ശ്രീലങ്കക്കാരാണ്. ഈ കപ്പൽ പൂർണ്ണമായിട്ടും തകർന്നുപോയി, അത് മുങ്ങിപ്പോയി എന്നുള്ളത് വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല 3 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു എന്നുള്ളതും വലിയ രീതിയിൽ ഈ രക്ഷാദൗത്യത്തിൽ, ഈ തിരിച്ചിൽ ദൗത്യത്തിന് ഒരു ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അപ്പോഴും തിരിച്ചു കിട്ടുമോ എന്നുള്ളൊരു അവസ്ഥയിൽ നിന്നും 9 പേരെ കണ്ടെത്തി അവരെ രക്ഷിക്കാൻ സാധിച്ചു എന്നത് തന്നെ വലിയൊരു ആശ്വാസമാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണവും തിരച്ചിലും ഇപ്പോൾ ഊർജിതമായി തന്നെയാണ് നിലവിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്.